മാലാഖമാരും വാനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളായി. മാലാഖമാരും വാനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളായി. വരുവിൻ 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 സോദരരേ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരേ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളാൽ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളാൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്നത്തെ എല്ലാ വായനകളും നമ്മളെ ധ്യാനിക്കാൻ ക്ഷണിക്കുന്നത് നമ്മുടെ വിശ്വാസവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊന്നും ആരുടെയും കുത്തകയല്ല, എല്ലാവരുടെയും സ്വന്തമാണ്. കത്തോലിക്ക സഭ എന്താണ് നമ്മൾ സഭയെ വിളിക്കുന്നത്? കത്തോലിക്ക എന്ന് പറയുമ്പോൾ തന്നെ വാക്കിൻ്റെ അർത്ഥം തന്നെ അതൊരു പ്രത്യേക ഒരു കൂട്ടമല്ല, അത് എല്ലാവരിലേക്കും പോകുന്നതാണ്. ക്രിസ്തു എവിടെയുണ്ടോ അതാണ് യഥാർത്ഥ സഭ. അതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്ന പോലെ, ക്രിസ്തു എവിടെയുണ്ടോ അതാണ് ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ഒന്നാമത്തെ വായന രണ്ടാമത്തെ വായനയ്ക്ക് നമ്മളെ ധ്യാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. യാതൊരു അതിർത്തികളുമില്ല, ആർക്കും വേണമെങ്കിലും, വിജാതിയിലെന്നോ അവിശ്വാസിയെന്നല്ല, എല്ലാവർക്കും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതാണ് ഈശോ പുസ്തകം നമ്മൾ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നത് പോലെ, എൻ്റെ ദേവാലയത്തിലേക്ക് ഞാൻ എല്ലാവരെയും കൊണ്ടുവരും, ലോകം മുഴുവനും കൊണ്ടുവരും എൻ്റെ ദേവാലയത്തിൽ. ഇപ്പോൾ ദൈവിക സാന്നിധ്യം എവിടെ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ആര് വ്യാപരിക്കുന്നു? പ്രത്യേക ഒരു കൂട്ടത്തിൽപ്പെട്ടവരെക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥ വിശ്വാസത്തിൽ ആര് വ്യാപരിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നതും വിശ്വാസി എന്ന് വിളിക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ മകനും മകളാകുന്നതും ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ യാതൊരു പരിമിതികളും വേലിക്കെട്ടുമില്ലാതെ എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിക്കാൻ, ആരും അന്യരല്ല എന്ന് പറയാനുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള അതുകൊണ്ട് തന്നെ ആരെയും അകറ്റി നിർത്താതിരിക്കാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. പ്രിയ സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാണ് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു.
അങ്ങേ മഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശുക്രിസ്തുവേ ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകൻ യേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയെ സ്നേഹവായ്പ ചൊരിയണമേ. അങ്ങനെ അങ്ങയെ എല്ലാറ്റിനും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങയെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക, നിന്റെ രക്ഷ നൽകാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. എന്നെ സേവിക്കുവാനും എൻ്റെ നാമത്തെ സ്നേഹിക്കുവാനും എൻ്റെ ദാസരായിരിക്കുവാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയത്തിൽ എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം ആണെന്ന് അറിയപ്പെടും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ,
എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാശക്തി സകല ജനതകൾക്കിടയിലും അറിയപ്പെടേണ്ടതിൽ തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, സഹോദരരെ, വിജാതിരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെങ്കിലും രക്ഷിക്കുവാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്ക് കൃപ ലഭിക്കുന്നതിന് ഇപ്പോൾ അവർ അനുസരണയില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കുവാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. കർത്താവിൻ്റെ വചനം. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിയും ചുറ്റി സഞ്ചരിച്ചു. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഗനേസറത്ത് നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു മറുപടി പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിൻ്റെ സുവിശേഷം.
സ്നേഹവാത്സല്യമുള്ളവരെ, ചുരുക്കത്തിൽ 2 സന്ദേശങ്ങളാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്നത്. ഒന്നാമത്തേത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. രണ്ടാമത്തേത് പരിധികളില്ലാതെ ദൈവത്തിലേക്കും മറ്റുള്ളവരിലേക്കും എത്തപ്പെടാനുള്ള നമ്മളുടെ വിളി. ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ബൈബിളിൽ ഇത്ര ശക്തമായ ഭാഷയിൽ ദൈവം സംസാരിച്ചിട്ടില്ല. കാർക്കശ്യത്തോടെ സംസാരിക്കുന്നു, അതോടൊപ്പം തന്നെ കൃപയുടെ ഭാഷയിൽ ഈശോ സംസാരിക്കുന്നു. കാർക്കശ്യത്തോടെ പറയുന്നത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. പക്ഷെ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളെ കൃപയുടെ വചനത്തിൽ ഈശോ സംസാരിക്കുന്നത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. ദൈവം നമ്മളെ നോക്കി പറയാൻ ഒരുപക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മകനെ മകളെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞ് ഇത്രമാത്രം വലിയൊരു സർട്ടിഫിക്കറ്റ് ഈ സ്ത്രീ, വിജാതീയ സ്ത്രീക്ക് ദൈവം കൊടുക്കുകയാണ്. 3 പ്രാവശ്യം ഈശോ സംസാരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ 3 പ്രാവശ്യം ഈ സ്ത്രീയും സംസാരിക്കുന്നു. സ്ത്രീ കാനാൻകാരി എന്ന് പറയാം. നമ്മൾ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽക്കാരെ രക്ഷിച്ചു കൊണ്ടുവന്ന് കാനാൻകാരെ അടിച്ചോടിച്ച് അവരുടെ രാജ്യമാണ് എടുത്ത് യഹൂദർ കൊടുത്തത്. അപ്പോൾ ശത്രുതയാണ്, വിജാതീയരാണ്. അങ്ങനെയുള്ളൊരു ദേശമാണ് ടൈർ സീദോൻ. അവിടെ സ്ത്രീ 3 പ്രാവശ്യം സംസാരിക്കുമ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, 3 പ്രാവശ്യവും അവൾ വിളിക്കുന്നത് കർത്താവേ എന്നാണ്. കർത്താവേ കനിയണമേ. നമ്മളൊക്കെ ദിവ്യബലിയിലും ജപമാലയിലൊക്കെ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു വാക്യമാണ്, കർത്താവേ കനിയണമേ. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ ഒരു ഭാവമാണ് കർത്താവേ കനിയണമേ. പത്രോസ് പറയുന്നുണ്ട്, രക്ഷപ്പെടാൻ ദൈവമേ സഹായിക്കണമേ. അല്ലെങ്കിൽ അന്ധനായ മനുഷ്യൻ പറയുന്നുണ്ട്, കർത്താവേ കനിയണമേ. ദാവീദിന്റെ പുത്ര കനിയണമേ എന്നൊക്കെ. അപ്പോൾ അത്രമാത്രം വിശ്വാസം, ആരാധനയുണ്ട്, ആഴമായ വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവൾ അർഹിക്കുന്നില്ലെങ്കിൽ പോലും ഈശോ പറയുന്നത്, ഞാൻ വന്നത് യഹൂദരെ രക്ഷിക്കാനാണ് ആദ്യം, നിനക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വരാമെന്ന രീതിയിൽ അവളെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈശോ പറയുന്നത്, ഈ ഒരു നായ്ക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവൾ പറയുന്ന ഏറ്റവും സുന്ദരമായ വിശ്വാസത്തിന് ഏറ്റവും സുന്ദരമായ ഒരു നിലപാടാണത്. നമ്മൾ എത്രമാത്രം നമ്മൾ തള്ളിപ്പറഞ്ഞാലും നമ്മൾ ഇടിച്ച് കയറി തമ്പുരാൻ്റെ അടുത്ത്, കാരണം അവൻ്റെ അടുത്തുണ്ട് നമുക്ക് ആവശ്യമാണ്, അവൻ്റെ അടുത്തുണ്ട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇടിച്ച് കയറിക്കൊണ്ട് അവൾ പറയുകയാണ്, നായ്ക്കളും മേശയുടെ മക്കൾ ഭക്ഷിച്ചതിന് ശേഷം വീഴുന്ന വേസ്റ്റുകളൊക്കെ നായ കഴിക്കുന്നുണ്ടല്ലോ, എനിക്കത് മാത്രം മതിയെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ നിലപാടിതാണ്. നമുക്ക് എളിമയോടെ, വിശ്വാസത്തോടെ, ആഴമായ വിശ്വാസത്തോടെ, ഞാൻ ചോദിക്കുന്ന കാര്യം അവൻ്റെ അടുത്തുണ്ടെങ്കിൽ, അവൻ എനിക്ക് തരണമെങ്കിൽ പിന്നെ ഞാനിവിടെ പോകണം. അവനെന്നെ പറഞ്ഞു വിടട്ടെ, അവനെ നിരുത്സാഹപ്പെടുത്തട്ടെ, അവൻ തരാതിരിക്കട്ടെ, അവന് കാലതാമസം വരുത്തട്ടെ, പക്ഷെങ്കിലും അവൻ്റെ അടുത്തുണ്ട്, ഞാൻ പറയുമെന്ന ആഴമായ വിശ്വാസം. നമ്മളൊക്കെ ദൈവത്തോട് ചോദിക്കും ഒരു പ്രാവശ്യം, 2ാമത്തെ പ്രാവശ്യം എൻ്റെ ദൈവം തരാത്ത, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവബലിയിൽ പോകുന്നു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒരു നൊവേന 9 ദിവസം, 1 അല്ല 10 നൊവേന കൂട്ടുക, അല്ലെങ്കിൽ 10 പ്രാവശ്യം നമ്മൾ ദൈവത്തിനെടുത്ത് 100 പ്രാവശ്യം ദൈവത്തിനെടുത്ത്. കാരണം ദൈവമാണ് എനിക്ക് തരേണ്ടതെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എവിടെയാ പോകേണ്ടത്? അത്രമാത്രം വിശ്വാസത്തോടെ, എളിമയോടെ, ശുദ്ധ വിശ്വാസത്തോടെ പറയും, യുവർ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ശുദ്ധ വിശ്വാസത്തോടെ തമ്പുരാൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അവൻ സൗഖ്യം കൊടുക്കുകയാണ്. തരുന്നില്ല എന്ന് ആദ്യം പറയുമ്പോഴും പക്ഷേ അവളുടെ വിശ്വാസം കണ്ടിട്ട്, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ശീലിക്കേണ്ട ഒരു വിശ്വാസം, ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായത്. 2ാമത്തേത്, നമ്മളൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ ആർക്കും ഒരു മാർജിനില്ല. നമ്മൾക്ക് വിധിക്കാറുണ്ട് പലരെയും. ആരെയും വിധിക്കരുത്. ശിഷ്യന്മാരിന്ന് ഈശോ 3 പ്രാവശ്യം സംസാരിക്കുന്നു, വിജാതീയ സ്ത്രീ 3 പ്രാവശ്യം സംസാരിക്കുന്നു, ശിഷ്യന്മാർ 1 പ്രാവശ്യം സംസാരിക്കുന്നു. അവരെന്താ പറയുന്നത്? എന്തിനാ അവളെ ശല്യം നമ്മുടെ പുറകെ? നമ്മളെ പറഞ്ഞു വിടൂ. ഈശോയോട് പറയും, അവളെ പറഞ്ഞു വിടൂ. പലപ്പോഴും നമ്മുടെ മനോഭാവം അതാണ്. അവളെന്തിനാ അങ്ങനെ പറയുന്നു? നമ്മളെ വിധിയോടുകൂടി മറ്റുള്ളവരെ നോക്കുന്നു. ഓരോ മനുഷ്യരും കടന്നു വന്ന തീച്ചൂളയുടെ അനുഭവങ്ങൾ, ഓരോ മനുഷ്യരും ചവിട്ടി കടന്നു വന്ന മുള്ളിൻ്റെ അനുഭവങ്ങൾ, മുള്ളിൻ്റെ മുൾപാതകൾ, ഓരോ മനുഷ്യരും കടന്നു വന്ന എരിയുന്ന കനലിൻ്റെ അനുഭവങ്ങളൊക്കെ ഓരോരുത്തരും അങ്ങനെയാണ് കടന്നു വന്നത്.
അവർ പിന്നിട്ട വഴികളെക്കുറിച്ച്, നമ്മളൊരാളെ വിധിക്കുമ്പോൾ അവർ പിന്നിട്ട വഴികളെക്കുറിച്ചും കൂടി, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവർ പിന്നിട്ട വഴികളെ കൂടി ഒന്ന് ചിന്തിക്കാനായിട്ട്. അപ്പം ആരെയും മാറ്റി നിർത്തേണ്ടതല്ല. അതാണ് ഇന്നത്തെ വായന മുഴുവൻ. യെശയ്യാപ്രവാചകന്റെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, ഈ ദേവാലയം സകലരുടേതുമാണ്, സകല ജനതകൾക്കും വെളിച്ചമാകേണ്ട ഒരു ദേവാലയമാണ്. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ അഭിമാനിക്കുന്നു. എന്തിലാണ്? വിജാതികർക്ക് വേണ്ടി വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ഞാൻ പ്രഘോഷിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, അഹങ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യഹൂദരെ ഒന്ന് നാണിപ്പിക്കാൻ വേണ്ടി കൂടിയാണെന്ന് പൗലോസ് ചേർക്കുന്നുണ്ട്, അവരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കൂടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും ഒഴിവാക്കണ്ട. നമ്മൾ ഒരു നമ്മളൊക്കെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാന അപകടം ഉണ്ടായത് കഴിഞ്ഞ 7-ാം തീയതി. ഒരു നിമിഷം കൊണ്ടാണ് പൈലറ്റ് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാനും സെക്കൻഡ് എടുക്കുക. പക്ഷെ ആ നിമിഷം കൊണ്ടെടുത്ത പിഴവ് 5 മാസത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. 5 പേരെ പാനലിൽ എടുത്തിരിക്കുക. 5 മാസം കൊണ്ട് പഠിച്ച് അവരുടെ തെറ്റുകൾ. ഈ 2009 ഒരു പൈലറ്റ്, സളൻബർഗർ എന്നൊരു പൈലറ്റ്, ഒരു വിമാനം ഇങ്ങനെ ന്യൂയോർക്കിൽ നിന്ന് പറന്നുയർന്നപ്പോൾ അതിൻ്റെ ചിറകുകളിൽ പക്ഷി വന്നിടിച്ചു. 2 ഇഞ്ചിന് കേടായിപ്പോയി. ഉയർന്നതേ ഉള്ളൂ. അപ്പോൾ ഏതാനും സെക്കൻഡുകൾ, 2.5 മിനിറ്റ് ഉണ്ടായിരുന്നു അവർക്ക് തീരുമാനമെടുക്കാനായിട്ട്. അവർക്ക് സഹ പൈലറ്റിനോട്, ജെഫ് എന്ന സഹ പൈലറ്റിനോട് സംസാരിക്കാൻ പോലും സമയമില്ല. ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് 2.5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ വേണേലും പോകാം, താഴത്തേക്ക് വരാം. തിരിച്ച് എയർപോർട്ടിൽ ചെന്നിറക്കാനും സാധിക്കില്ല. ഒരു തീരുമാനം എടുത്തു, നദിയിലിറക്കുക. അങ്ങനെ ഹഡ്സൺ നദിയിലിറങ്ങി 255 പേരെ രക്ഷിച്ചുകൊണ്ട് വിജയകരമായിട്ട് ലാൻഡ് ചെയ്തു, വെള്ളത്തിൽ കൊണ്ട് നിർത്തി എന്ന്. ഇയാൾക്കെതിരെ കുറ്റാരോപണം നടത്തുകയാണ്, കുറ്റവിചാരണ നടത്തി. കാരണം അങ്ങനെയുള്ള ഘട്ടത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം. അങ്ങനെ നിയമം കൊണ്ട് ഇയാൾ ഒരുക്കുകയാണ്. അദ്ദേഹം അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അതൊരു ഫിലിമായിട്ട് 2016 ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ AC മുറികളിൽ നിന്ന് ഇത്രയും പേര് കൂടി ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എനിക്കെതിരെ വിധിക്കുമ്പോൾ ഈ 155 പേരും ബാക്കി ഞങ്ങൾ 2 പേര് 157 പേരുടെ ജീവൻ ആകാശത്ത് വെച്ച് എനിക്ക് ഏതാനും സെക്കൻഡുകൾ തന്നെ തീരുമാനമെടുക്കാൻ അവസരം തരുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ എന്നെ വിധിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം. നമുക്ക് സമയമുണ്ട് വിധിക്കാൻ. നമ്മൾ AC-യിൽ ഇരുന്നുകൊണ്ട് ഒരു മാത്രം ഭാഗം നമ്മുടെ സമയമുണ്ട് വിധിക്കാൻ. നമുക്ക് അവസരമുണ്ട് വിധിക്കാൻ. പക്ഷെ തീരുമാനമെടുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പറ്റാം, തെറ്റു പറ്റാം. പക്ഷെ അപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരെയും, നമ്മുടെ കൂടെയുള്ളവരെ പോലും മറ്റുള്ളവരെ പോലും വിധിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം അവർ കടന്നു വന്ന വഴികൾ, പിന്നിട്ട വഴികൾ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു മുൾമുനയിൽ സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനമെടുത്ത് തെറ്റിപ്പോയവരാകാം. അവരെ എല്ലാം ചേർന്ന് നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ ഭാവമെന്നും ദൈവത്തിൻ്റെ സഭയെന്നും ദൈവത്തിൻ്റെ കൃപയെന്നും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആരെയും നമുക്ക് ആഴമായ വിശ്വാസത്തോടു കൂടി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമുക്ക് വിധിക്കാതിരിക്കാൻ കർത്താവിൻ്റെ കരുണ, കർത്താവ് നമ്മളെയും വിധിക്കാതിരിക്കട്ടെ. ആമേൻ. എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചതിന് സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലേഖനങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനുള്ള പുത്രനുടെ മുഖം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ
വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തു പാലിച്ച് ക്രിസ്തുവിൻ്റെ അനുഗാമികളായി ജീവിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായ സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കാൻ, ആഴമായ വിശ്വാസത്തോടെ ശുശ്രൂഷിക്കാൻ അർഹരാകാൻ, അവരുടെ ഇടയിൽ സമാധാനം കൊണ്ടുവരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാന്തതയും രോഗവും, പ്രത്യേകിച്ച് കൊറോണ എന്ന വൈറസിൻ്റെ ആക്രമണത്താൽ മനസ്സിടിഞ്ഞുകൊണ്ട് ആക്രമണത്തിന് വിധേയരായ ആശുപത്രിയിൽ കഴിയുന്നവർ, മരണപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വൃദ്ധരായവരെ, അവരെല്ലാം നമ്മുടെ സഹോദര സ്നേഹത്താൽ അവരെല്ലാവരും ശക്തിപ്പെടാനും സൗഖ്യം പ്രാപിക്കുവാനും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇക്കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നത് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കാൻ പ്രാപ്തരാകും വിധം നമുക്ക് ദൈവം നൽകിയ എല്ലാ നന്മകളെയും വിനിയോഗിക്കാൻ ഞാൻ പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ നാടിന് ഇന്നലെ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചു. രാജ്യത്തെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല നല്ല തീരുമാനങ്ങൾ നേതാക്കന്മാരുടെ നിന്ന് വരേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നയിക്കാൻ, ഈ ദുരന്തത്തിൻ്റെ പിടിയിൽ നിന്നും വിമുക്തയാക്കാൻ ദൈവം ഇടപെടാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടു കൂടി അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവൻ ചെയ്യുന്ന നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ
ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതോചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അവിടെ തന്നെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമങ്ങേ വിണ്ഡലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വേണ്ടി വരുന്നവരെ അങ്ങേ വരം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയ്ക്ക് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികടത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ.
ഉയർപ്പിന്റെ പ്രത്യാശ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളും നീ കരുണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളും നീ കരുണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഇഞ്ചി പൊന്നല്ലേ നീ
കർത്താവേ, ഈ കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങൾ ഈ കാരുണ്യത്തിനായി താഴ്മയോടെ കേടപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയുടെ 2 വാക്ക് നമ്മുടെ ദേവാലയവുമായി, തിരുക്കുടുംബ ദേവാശ്രമ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 2ാമത്തെ ഒരു ഭവന നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തിരുന്ന ഒരു സ്നേഹഭവനം, അതിൻ്റെ പൂർത്തീകരണം ആയി. നമ്മൾ ഇന്നലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിനം അതൊരു സഹോദരിക്ക്, അർഹപ്പെട്ട വിധവയായ ഒരു സഹോദരിക്ക് കുടുംബത്തിനത് കൈമാറി. അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുക്കുടുംബ തിരുനാൾ ഏറ്റെടുത്ത പ്രസിദ്ധിമാരുണ്ട്, റെസിഡൻസ് അസോസിയേഷനുണ്ട്, പിന്നെ ഏതാനും ചില വ്യക്തികളൊക്കെ അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും നന്മ നിറഞ്ഞ മനസ്സിനും സഹായത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വവിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു.